കെ വത്സരാജിനോടാണ്. കാർഷിക മേഖലയിൽ 4% പലിശ ഇനത്തിൽ നികുതി കടലാസ് വെച്ചിട്ട് റെസിപ്റ്റ് വെച്ചിട്ട് ആളുകൾക്ക് ഗോൾഡ് ലോണൊക്കെ കിട്ടിയിരുന്നു. ആ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ആ ലോണ് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി. അത് കത്തെഴുതിയിട്ടാണ് അത് ഇവിടുത്തെ സ്വകാര്യ ചിട്ടി കമ്പനിക്കാരെ ഫൈനാൻസ് മുതലാളിമാരെന്ന് കാശ് മേടിച്ചിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും. ശരി, അത് വളരെ കൃത്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ കാർഷിക വായ്പകളിൽ കള്ളത്തരം കാണിച്ച് പണമെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇവിടെ കൃഷി ചെയ്യുന്ന ഒരാളുടെയും അവസരം നിഷേധിച്ചിട്ടില്ല. കേരളത്തിലെ കർഷകർ മുഴുവൻ കർഷകർക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ട്. സാക്ഷി നിർത്തി പറ്റിച്ചവർക്കാണ് കണക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ബാങ്കുകളുടെ കണക്ക് പറയിപ്പിക്കണ്ട. പറയുന്നുണ്ട് മണിപ്പൂർ വിഷയം. നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത ഉറപ്പുവരുത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം കൂടി ഒരു അച്ഛൻ മകളെ പീഡിപ്പിച്ചു കൊന്നു. ഇതിനു മുമ്പ് വാളയാർ വിഷയങ്ങള്, അതുപോലെ എത്ര അങ്കമാലി വിഷയങ്ങള്, ഇതിനൊക്കെ എന്ത് സുരക്ഷിതമുള്ള നിയമം ഇവിടെ പോയി? നിയമം നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഈ പറയുന്ന UDF സർക്കാരും LDF സർക്കാരും സ്ത്രീകൾക്ക് സംവരണം നൽകിയിട്ടുണ്ടോ? പക്ഷെ മോദിജി നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനെപ്പറ്റി വിശദ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ എന്ത് സംവരണമാണ് സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത്? നമ്മൾ രാജ്യത്തിന്റെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ചും മറ്റും നമ്മൾ വായിച്ചതല്ലേ. ഉന്നാവോയിലെ പെൺകുട്ടിയെ കുറിച്ച് ചേച്ചി അറിഞ്ഞിട്ടില്ലേ? പെൺകുട്ടിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലേ? നമ്മുടെ ഉത്തരേന്ത്യയിൽ നിരന്തരമായിട്ടുള്ള ആളുകളെ കൊന്ന് തള്ളുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വാളയാറിലൊക്കെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ പിണറായി വിജയനെയാണോ നിങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണോ നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് ഉന്നയിക്കുന്നത്? അതാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി. ഒരൊറ്റ ചോദ്യം LDFന്റെ BJPയുടെ പ്രതിനിധിയോടും ചോദിക്കാനുണ്ട്. ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നിയമങ്ങൾ, ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം ഉൾപ്പെടെ, സ്ത്രീകളുടെ സുരക്ഷ ഉൾപ്പെടെ ഒരുപാട് നിയമങ്ങൾ പാവപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. 10 വർഷമായിട്ട് ഈ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ BJP വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇവിടെ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി BJP കൊണ്ടുവന്നിട്ടുള്ളത് എന്നുകൂടി അറിയാനായിട്ട്. ആ സഹോദരിക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 2004 നിങ്ങൾ മനസ്സിലാക്കണം. 2004 18 MP-മാർ ജയിച്ചു പോയതാണ് ഈ കേരളത്തിൽ നിന്ന് LDFന്റെ. അവിടെ ചെന്ന് BJPയെ മാറ്റി നിർത്താൻ മൻമോഹൻ സിംഗിനെ പിന്തുണച്ച രാഷ്ട്രീയമാണ് LDFന്റെ രാഷ്ട്രീയം. അത് വളരെ ക്ലിയറാണ്. എൻ്റെ സഹോദരി, ഇവിടെ നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ എവിടെ നിൽക്കുക? കോൺഗ്രസ്സുകാർ ഒന്നൊന്നായി BJPയിലേക്ക് പോവുക. 13 മുഖ്യമന്ത്രിമാരാ പോയത്. 123 MP-മാര് MLA-മാരാ പോയത്. 100 കണക്കിന് ആളുകൾ പോവുക. ഇവിടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന രാഷ്ട്രീയമാണ് LDFന്റെ. കയ്യാങ്കളി വേണ്ട. ഇരിക്കൂ. ഇവിടെ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിനുള്ള അവസരമാണ്, നിങ്ങളത് പാഴാക്കരുത്. ഇരിക്കൂ. സമാധാനം നോക്കൂ. തൃശ്ശൂര് വലിയ പൈതൃകമുള്ള ഒരു നഗരമാണ്, മണ്ഡലമാണ്. വളരെ സമാധാനപരമായി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം, ഉത്തരം പറയും നേതാക്കൾ. സമാധാനപരമായി നിങ്ങൾ ഉത്തരവും കൂടി കേൾക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം നേതാക്കളെ, നിങ്ങളുടെ പാർട്ടികളുടെ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കൂ. അവർ സംസാരശേഷിയുള്ള ബുദ്ധി വിവേകമുള്ള ആളുകളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവരെ സംസാരിക്കാൻ അനുവദിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അവരെ സംസാരിക്കാൻ അനുവദിക്കൂ ആദ്യം.